ഹലോ, പാട്ടും ഡാൻസും ചില നുറുങ്ങു വിദ്യകളുമായി എത്തിയ എ ടു സെഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കണ്ണടച്ചിരുട്ടാക്കി അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ കോർത്തിട്ട ഒരു ജനതയെ സഹനത്തിൻ്റെയും രക്തസാക്ഷിത്വങ്ങളുടെയും ചുമലേറ്റി സ്വതന്ത്രമാക്കിയ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ധീരദേശാഭിമാനികളെ അഭിമാനപൂർവ്വം സ്മരിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ ആ സമരകാഹളം സിരകളിൽ ആവാഹിച്ചുകൊണ്ട് ഈ കാലത്തെയും നമ്മൾ അതിജീവിക്കും എന്ന ആത്മവിശ്വാസത്തോടെ മറ്റൊരു സ്വാതന്ത്ര്യദിനം കടന്നുപോയി. ഇന്ത്യ 74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിൽ ഇന്ത്യയുടെ വ്യാവസായികവൽകൃത സംസ്ഥാനമായ ഗുജറാത്തിലെ വാപ്പി മലയാളം സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകർ ചേർന്ന് സ്വാതന്ത്ര്യലബ്ധിക്കായി ജീവൻ ബലിയർപ്പിച്ച വീരനേതാക്കൾക്കും സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിൻ്റെ കാവൽ പോരാളികളായി മാറി വീരമൃത്യു യോദ്ധാക്കളുടെയും സ്മരണയ്ക്ക് മുന്നിൽ ഒരു ദേശഭക്തി ഗാനം അർപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് കേട്ടു നോക്കാം. ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നമ്മളാജനകോടിതൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യശ്യാമള ശാദ്വല കോമള കഞ്ചുകവും തലയിൽ മഞ്ഞണി മാമല ചൂടിയ തങ്ക കിരീടവും ഉടലിൽ സസ്യശ്യാമള ശാദ്വല കോമള കഞ്ചുകവും കഴുത്തിനാനാ നദികൾ ചാത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂവിൻ കോമളമലമേനി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും വീരപുരാതന സംസ്കാരത്തിൻ വേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വൃത്തിയും അമ്മതൻ നേട്ടം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം
ഘട്ടത്തിൽ സ്വന്തം വീടുകളിലിരുന്ന് തന്നെയാണ് അധ്യാപകർ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് പിന്നിലെ ദേശസ്നേഹവും അർപ്പണ മനോഭാവം കാണുമ്പോൾ ദേശാന്തരങ്ങൾക്കും അപ്പുറമുള്ള മലയാളികളുടെ ഐക്യവും സാഹോദര്യവും തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വാപ്പി മലയാളം മിഷൻ സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവന്ന ആദ്യ മലയാള ചിത്രമാണ് സൂഫിയും സുജാതയും. ചിത്രത്തിൽ BK ഹരിനാരായണൻ്റെയും ഷാഫി കൊല്ലത്തിൻ്റെയും വരികൾക്ക് M ജയചന്ദ്രൻ ഈണം നൽകി നിത്യ മാമേൻ, സിയ ഉൽ ഹഖ്, അർജുൻ കൃഷ്ണ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്ന വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന ഗാനത്തിന് നൃത്തച്ചുവട് വച്ചിരിക്കുകയാണ് മരുതൻകുഴി സ്വദേശിയായ ദേവനന്ദന. തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കലാകാരി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേവി നന്ദന. ഞാൻ ട്രിവാൻഡ്രത്തിൽ മരുതൻകുഴിയിലാണ് താമസിക്കുന്നത്. ഞാൻ കാർമൽ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് തൊട്ടേ ഞാൻ ഡാൻസ് പഠിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ പാരൻസ് നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ചേച്ചിയാണ് ഈ ഡാൻസിന് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് മൂവിയായ സൂഫിയും സുജാതയിലെ പാട്ടിനാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ദേവനന്ദനയുടെ ഡാൻസ് കണ്ടല്ലോ. ഇനി കണ്ണൂർ മേലെ ചൊവ്വയിലെ തുഞ്ചത്ത് ആചാര്യ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടുത്താം. മൂപ്പര് വലിയ തിരക്കിലാണ് കേട്ടോ. ആരും ശല്യപ്പെടുത്തില്ലെങ്കിൽ ആ കാഴ്ച കാണിച്ചു തരാം. ഹായ്, എൻ്റെ പേര് പാർവൺ കേലാൽ. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ പഠിക്കുന്നത് തുഞ്ചത്താചാര്യ വിദ്യാലയം 1ാം ക്ലാസ്സിലാണ്. എനിക്ക് കൊളാഷ് ഉണ്ടാക്കാനും ഡ്രോയിങ് ചെയ്യാനും വരക്കാനും നല്ല ഇഷ്ടമാണ്. ഖമാജ് താട്ടിനു സമീപത്തുള്ള ഹിന്ദുസ്ഥാനി രാഗമാണ് ജോഗ്. നാട്ടയാണ് കർണാടക സംഗീതത്തിൽ ജോഗിന് സമാനമായ രാഗം. ജോഗ് രാഗത്തിൽ മലയാളത്തിൽ നിരവധി ഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രമദവനം വീണ്ടും,
പറയാൻ മറന്ന പരിഭവങ്ങൾ, ഇരു ഹൃദയങ്ങളിലൊന്നായി തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. എന്തിനാ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്നാണോ? കാര്യമുണ്ട്. ജോഗ് രാഗത്തിൽ ഒരു ഗാനം ആലപിക്കാൻ എത്തിയിരിക്കുകയാണ് പയ്യന്നൂർ സ്വദേശി ശ്രുതി രമേശും കുടുംബവും. ആദ്യം പരിചയപ്പെടാം ഈ കലാകുടുംബത്തെ, എന്നിട്ട് ഗാനം ആസ്വദിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി രമേശ്. കണ്ണൂർ ജില്ലയിലെ പിലാത്രയാണ് ഞങ്ങളുടെ സ്ഥലം. ഞാൻ സിംഗറാണ്. ഇപ്പോൾ MA മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെല്ലാവരും പാട്ടുകാരാണ്. അച്ഛൻ രമേശൻ, അമ്മ ശൈലജ, അനുജൻ ശ്രീരാഗ്. അച്ഛനാണ് എന്നെ ആദ്യമായി സംഗീതം പഠിപ്പിച്ചത്. അനിയനിപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട്. അച്ഛൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അമ്മ അംഗനവാടി ടീച്ചറാണ്. അനിയനിപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി സോങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് ജോഗ് രാഗം. അപ്പോൾ ജോഗ് രാഗത്തിൽ കുറച്ച് പാട്ടുകൾ കോർത്തിണക്കി ഒരു മെഡ്ലി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാം. ശബ്ദമാധുരിയുടെ ശ്രുതിമീട്ടി സംഗീതത്തിൻ്റെ ശ്രേയസിൽ നമ്മളെ കുറച്ച് നിമിഷം പിടിച്ചിരുത്തി ഈ കുടുംബം. സംഗീത ലോകത്ത് ഇനിയും നിങ്ങൾക്ക് ഉയരങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ട്രിബ്യൂട്ട് നൽകിയിരിക്കുകയാണ് അനേക എന്ന മുൻപൈയിലെ സ്ഥിര താമസമാക്കിയ മലയാളി ചുണക്കുട്ടി. മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായ്, സരോജിനി നായിഡു, ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി അങ്ങനെ വിസ്മയ വേഷധാരണങ്ങൾ എല്ലാം ഒരുപോലെ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു ഈ മിടുക്കിക്ക്. ആദ്യം അനേകയെ പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനിയ. ഞാൻ കാർഗറിലെ റാണി ഇന്റർനാഷണൽ സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ അനിയാസ് ലിറ്റിൽ വേൾഡ് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് വർത്തമാനം പറയാൻ മാത്രമല്ല ഡാൻസും പിന്നെ ഡ്രോയിങ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുമല്ലേ. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ എങ്ങനെയാ കിട്ടിയ? കുറെ ആൾ കഷ്ടപ്പെട്ടിട്ടല്ലേ. അവർക്കെല്ലാം എന്റെ ബിഗ് സല്യൂട്ട്. അവരെ ഓർമ്മിക്കാനായി ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് കണ്ടുനോക്കാം. Today is a special day. Today is Independence Day. From Aniha's Little World team, we all wish you Happy Independence Day. August 1947. At the stroke of the midnight, when the world sleeps, India awakes to a new life of freedom. 200 years of colonial life ended for a fresh start. The Indian Rebellion of 1857 was a period of uprising against British rule. Divide and rule, non-cooperative movement, Dandi March, Simon Commission, Jallianwala Bagh, Quit India movement. The struggle continues for years. Finally, we got the opportunity to become better ourselves. The free and peaceful life we live today is the result of sacrifices made by our great freedom fighters. It was possible because of the cooperation, sacrifice and involvement of true Indian citizens. Few led from the front, while many stood as pillars of support from behind. Let's remember those great heroes here. The year 1857, a spark has lighted. आज तक आपने हमारी वफादारी देखी थी, अब हमारा क्रोध देखिए. ये आजादी की लड़ाई है. Mangal Pandey, the Indian soldier, played the key part in the outbreak of Indian Rebellion of 1857. खूब लड़ी मर्दानी, वो तो झांसी वाली रानी थी. Rani Lakshmibai, born as Manikarnika Tambe in the town of Varanasi into a Marathi family. She was married off to the Maharaj of Jhansi and was named as Rani Lakshmibai. Jhansi ki Rani was one of the prominent figures of Indian Rebellion of 1857 and became the symbol of woman power and resistance to the British Raj. मेरी झांसी, मेरे भारत, मैं कभी भी नहीं हारने दूंगी. Lal Bal Pal, Lala Lajpat Rai, Bal Gangadhar Tilak, Bipin Chandra Pal, the triumvirates of assertive nationalists in the early 20th century. A country's greatness lies in its undying ideals of love and sacrifice that inspire the mothers of the race. Sarojini Naidu, popularly known as the Nightingale of India, the poet and political activist. Born in a Bengali family in Hyderabad, she was educated in Chennai, London and Cambridge. She was appointed the President of Indian National Congress in 1925 and later became the first woman to hold the office of the governor. Oh, we want a new breed of men before India can be cleansed of a disease. Bhagat Singh, one of the most influential revolutionaries of the Indian independence movement. He was hanged by the British at the age of 24. If the deaf has to hear, the sound should be high. Inqilab Zindabad!
believed to be the mentor of Bhagat Singh, Chandrasekhar Azad or Chandrasekhar Tiwari. At the age of 15, when he was arrested and presented in front of the magistrate, he stated his name as Azad, father's name as Swatantrata, and residence as jail. दुश्मन की गोलियों का सामना हम करेंगे, आजाद आजाद ही रहेंगे. Freedom is not given, it is taken. Subhash Chandra Bose, the honorific Netaji's defiant patriotism made him a hero. Jawaharlal Nehru, born on 14th November 1889. He was an Indian independence activist and subsequently the first Prime Minister of India as well as the central figure in Indian politics before and after independence. His love and affection towards children is widely recognized. Success comes to those who dare to act. Sardar Vallabhbhai Patel, the Iron Man of India, played a leading role in the struggle for independence and guided its integration into a united independent nation. He led the task of forging a united India, successfully integrating British colonial provinces into the newly independent India. Nobody can hurt me without my permission. The father of a nation, Mohandas Karamchand Gandhi, who employed non-violent resistance to lead successful campaign for India's independence from British rule, and in turn inspired movements for civil rights and freedom across the world. My life is my message. Satyamev Vijayate. നവി മുംബൈയിലെ ഖാർക്കറിലുള്ള റയൻ ഇന്റർനാഷണൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനേഹ. ഖാർക്കർ നിവാസികളായ സാജേഷ് നമ്പ്യാരുടെയും ഹേമയുടെയും മകളാണ്. അഭിനയത്തിലും നൃത്തത്തിലും അവതരണത്തിലും അതീവ തൽപരയായ അനേഹ മുംബൈ മലയാള മിഷൻ പഠിതാവ് കൂടിയാണ്. കോവിഡ് സമയത്തെ ഹ്രസ്വ സന്ദർശനത്തിനിടയിൽ സ്വദേശമായ തളിപ്പറമ്പിയിലെ വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. സാജേഷ് നമ്പ്യാരും സഹോദരി പുത്രി ഐശ്വര്യ രമേശും ചേർന്ന് സംഭാഷണം നൽകിയ ഇതിന്റെ രചന സാജേഷും എഡിറ്റിംഗ് ഐശ്വര്യയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത കണങ്ങൾ ആവോളം നുകരാൻ നമുക്ക് ഏവർക്കും ആജീവനാന്തം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് A to Z ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ കഴിവ് A to Z ലൂടെ പ്രകടിപ്പിക്കാൻ താല്പര്യമുണ്ടോ? പാചകം, ഗാനം, നൃത്തം, ഡ്രോയിങ് തുടങ്ങിയ നിങ്ങളുടെ ഹോബീസ് A2ZJHC എന്ന മെയിലിലേക്ക് അയക്കൂ. സംരക്ഷണ യോഗ്യമായവ A2Z ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. പാട്ടും ഡാൻസും ചില പൊടിക്കൈകളുമായി എത്തിയ A2Zന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബി സേഫ് അറ്റ് ഹോം. ദിസ് ഈസ് ദേവിക അനിൽ സൈനിങ് ഓഫ്.